വളരെ സന്തോഷത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ഒരു കാലത്ത് കഴിഞ്ഞിരുന്ന പല കുടുംബങ്ങളും ഇന്ന് വളരെ ദുഃഖത്തിൽ കഴിയുന്നത് നാം കാണുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, എക്കാലത്തും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സ്നേഹിച്ചിരുന്ന സഹോദരങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറുവാൻ കണ്ടിട്ടും കാണാതെയും മിണ്ടാതെയും ഒക്കെ ജീവിക്കുവാൻ തുടങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും വസ്തു വീതം വെക്കുന്ന സന്ദർഭത്തിലാണ്, വസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് സഹോദരന്മാർ തമ്മിൽ ഉള്ള പിണക്കം തലപൊക്കുന്നത്. അത് വാസ്തവത്തിൽ അവരുടെ ഉള്ളിലുള്ള അത്യാഗ്രഹം നിമിത്തം ആകുന്നു എന്ന് യേശു പഠിപ്പിക്കുന്നതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ഭക്തനായ മനുഷ്യൻ്റെ 2 മക്കളായിരുന്നു ഏശാവും യാക്കോബും. ഒരാത്മീക കുടുംബത്തിലാണ് അവർ വളർന്നത്. അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. പക്ഷേ ആ സഹോദരങ്ങൾ തമ്മിൽ കീരിയും പാമ്പും പോലെ ഇടപെടുന്നത് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഏശാവ് പറയുകയാണ്, ഞാൻ അവനെ കൊല്ലും. തൻ്റെ സഹോദരൻ തന്നെ കൊല്ലും എന്നുള്ള ഭയം കൊണ്ട് യാക്കോബ് വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാബേലും കയ്യനും അവരും ശത്രുക്കളെ പോലെ ആയത്, ഹാബേലിൽ ദൈവം പ്രസാദിച്ചത് കയ്യന് ഇഷ്ടപ്പെടുന്നില്ല. കയ്യൻ ഹാബേലിനെ വയലിൽ കൂട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യുന്നു. സ്നേഹിച്ചിരുന്ന സഹോദരങ്ങളാണ് ഇവരെല്ലാം. പക്ഷേ അസൂയ കൊണ്ടോ ദ്രവ്യാഗ്രഹം കൊണ്ടോ വസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴോ ഒരുമിച്ച് ജീവിക്കേണ്ട അവർ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുമ്പോഴാണ് അവിടെ സമാധാനവും അനുഗ്രഹവും ഒക്കെ ദൈവം നൽകുന്നത്. ഒരുമിച്ച് ജീവിക്കേണ്ടവർ ഭിന്നിച്ച് പോകുമ്പോൾ സംഭവിക്കുന്നത് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല, ദൈവം അത് നിമിത്തം ഒരുപാട് വേദനിക്കുന്നു എന്നുള്ളതും കൂടെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് യേശു, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് യേശു പറയുകയാണ്. ആളുകളൊക്കെ വിചാരിക്കുന്നത് യേശു കർത്താവ് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി ആകുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ യേശു മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പാപത്തെ അവരിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയാണ് വന്നത്. കുടുംബ പ്രശ്നവുമായിട്ട് യേശുവിനെ ഒരു വ്യക്തി സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ പരാതി, അവകാശം പകുതി ചെയ്യുവാൻ തൻ്റെ സഹോദരനോട് യേശു കൽപ്പിക്കണം. യേശു വീട്ടിൽ വന്നിട്ട് തൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ച് അവർ തമ്മിൽ ഒരു ധാരണയിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അയാളുടെ ആവശ്യം. പക്ഷേ യേശു ആ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെ തമ്മിൽ അകറ്റുന്ന, ഭിന്നിപ്പിക്കുന്ന, ഇവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന അത്യാഗ്രഹം എന്ന പാപത്തെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുകയാണ് യേശു ചെയ്തത്. പണ്ട് മോശയോട്, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ എന്ന് ചോദിച്ചതുപോലെ തൻ്റെ അടുക്കൽ പരാതിയുമായിട്ട് വന്ന ആ മനുഷ്യനോട് യേശു ചോദിക്കുന്നു, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ? യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട്
ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ആവശ്യപ്പെട്ട പ്രശ്നത്തെ യേശു നിരസിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത്? യേശുവിന് മനസ്സിലായി, താൻ ഇടപെട്ടാൽ പറഞ്ഞാൽ തീരുന്ന കാര്യത്തെക്കാൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കുടുംബസ്വത്തല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിലെ അത്യാഗ്രഹമാണ്. ഒരുപക്ഷെ അപ്പോൾ യേശു അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവരനുസരിക്കും എങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ ആ പാപം, അത്യാഗ്രഹം ആകുന്ന പാപം മാറിപ്പോകാതെ, നീങ്ങിപ്പോകാതെ എന്നും നിലനിൽക്കും എന്ന് യേശുവിന് അറിയാമായിരുന്നു. തൽക്കാലത്തേക്ക് ഒരുപക്ഷെ യേശുവിൻ്റെ വാക്ക് അവർ കേട്ടാൽ പോലും പിന്നീടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ അത്യാഗ്രഹം തലപൊക്കുമെന്നും വീണ്ടും അവർ തമ്മിൽ ഭിന്നിപ്പ് ഉണ്ടാകുമെന്നും യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് തൃപ്തികരമായ ഒരു പരിഹാരമാർഗം യേശു അവരോട് പറയുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശു അവരെ തിരുത്തുകയാണ് ചെയ്തത്. ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. ഹൃദയത്തിന് മാറ്റം വന്നാൽ അത് ഏത് വിഷയമാണെങ്കിലും ഹൃദയം ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ഒരു ഹൃദയമായിട്ട് മാറിയാൽ യഥാർത്ഥ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഇന്ന് നാം യേശുവിനെ പിൻപറ്റുന്നുവെങ്കിൽ, അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വാസ്തവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം വാസ്തവത്തിലൊരു പ്രശ്നപരിഹാരത്തിനാണോ അതോ നമ്മളെ പ്രശ്നത്തിലാക്കുന്ന പാപത്തിൻ്റെ മേൽ ജയം എടുക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? സ്വർഗീയ പിതാവേ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളത് മാത്രമല്ല, പ്രശ്നത്തിന് കാരണമാകുന്ന എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.